എൻ്റെ ദൈവമേ, രാവിലെ മഴയാണ്. അടിപൊളി, നല്ല ദിവസം. ഇപ്പം എന്നാ ചെയ്യുക? അയ്യോ, എനിക്ക് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഇവിടുന്ന് ട്രെയിൻ എടുത്ത് ബുദാപെസ്റ്റിലേക്ക് പോകണം, ഹംഗറിയിലേക്ക്. ഇന്നലെ രാത്രിയിൽ ഞാനിവിടെ വന്ന് കിടന്നുറങ്ങിയപ്പോൾ 1-1:30 മണിയായി. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചപ്പോൾ രാവിലെ 10:30 മണിയായി. 11 മണിക്ക് എനിക്ക് ട്രെയിനുണ്ട്. ഞാനിപ്പോൾ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, എടുക്കാം. ഇന്നെങ്കിലും എനിക്ക് ഹംഗറി എത്തണം. രാവിലെ ഒരു ടാക്സി ബുക്ക് ചെയ്തപ്പോഴത്തേക്കിന് അയാൾ എവിടെയോ പോയി നിൽക്കുന്നത്. ഉള്ളൊരു കുഞ്ഞ് ക്യൂട്ട് പള്ളി. ഇവിടെ 1-2 വലിയ പള്ളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്തൂടെ വന്ന് കാണാൻ. മഴയത്ത് ഇയാൾ എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അയാൾ ഡോറ് ചീത്തയായിരിക്കും. ഇയാൾ സമ്മതിക്കത്തില്ല. ഓക്കെ, മഴയാണ് ചേട്ടാ. ഇവിടെ ട്രാമൊക്കെ ഉണ്ട്, പുതിയതും പഴയതും കുറേ സംഭവങ്ങളുണ്ട്. മൊത്തത്തിൽ മഴയാണ്. ഇവിടുത്തെ ട്രാം സിസ്റ്റം ഗൂഗിൾ മാപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടല്ലേ, ഞാൻ അതുകൊണ്ട് നോക്കിയിട്ട് കണ്ടില്ല. ഇത് ഇവിടുത്തെ ഒരു കത്തീഡ്രലാണ്, വലിയൊരു പള്ളി. അടിപൊളിയെ. ഇങ്ങനത്തെ കുറേ പള്ളികൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം നമ്മളിന്ന് റൊമേനിയനോട് വിട പറയുകയാണ്. നമ്മളിനി ഹംഗറിയിലേക്ക് പോവുകയാണ്. താങ്ക് യു. ഇന്നലെ രാത്രിയിൽ 12:30 മണിക്കാണ് ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു ഗോത്തിക് സ്റ്റൈലിലെ ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കെട്ടിടമാണെന്ന്. ഞാനിപ്പോൾ ഉള്ളത് അരാഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അരാഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹംഗറി ബോർഡറിനോട് ചേർന്നുള്ള റൊമേനിയയുടെ ഒരു സ്ഥലമാണ് അരാഡ് എന്ന് പറയുന്നത്. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിൻ്റെ മുമ്പിലത്തെ കാഴ്ചകളൊക്കെയാണിത്. മഴയാണ്, നമുക്ക് അകത്തേക്ക് കയറാം. മഴ നിന്നാണെങ്കിൽ ഇനി ഇപ്പോൾ വേറെ അസുഖമൊന്നും ഉണ്ടാക്കി വെക്കേണ്ട. അരാഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഹംഗറിയുടെ ക്യാപിറ്റലായിട്ടുള്ള ബുദാപെസ്റ്റിലേക്കാണ് പോകുന്നത്. ബുദാപെസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിലും ഇവർ പ്രൊനൗൺസ് ചെയ്യുന്നത് ബുദാപേഷെന്നോ അങ്ങനെ എന്തോ ആണ്. ബുദാപേഷ അങ്ങനെ എന്തൊക്കെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ, കുഞ്ഞ് സ്റ്റേഷൻ. 376 എന്ന് പറഞ്ഞ ഒരു ട്രെയിൻ. ഇതാണ് IR 376. 2 കോച്ചുള്ളല്ലോ, 2 കോച്ചുള്ളൊരു കുഞ്ഞ് ട്രെയിൻ. ഇതാണ് ഇവിടുന്ന് ബുദാപെസ്റ്റിലേക്ക് പോകുന്നത്. ഇവരുടെ ട്രെയിനുകളെല്ലാം ഇതുപോലത്തെ കുഞ്ഞു ട്രെയിനുകളാണ്. അതിനകത്തൊന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു അരാഡ് കുർത്തിക്കി ലൊക്കോഷാവ ബുഡാപെസ്റ്റ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തന്നെയാണെന്ന് എങ്ങനെ ഉറപ്പിക്കുന്നത്? കാരണം ഇതിനകത്ത് ആരുമില്ല, ഇതിനകത്ത് ഒറ്റ മനുഷ്യനില്ല. നോബഡി എനിബഡി. എന്താണോ അവസ്ഥ? ഇവിടുന്ന് 2 മണിക്കൂർ കൊണ്ട് ബുദാപെസ്റ്റ് എത്താം. ട്രെയിനിന് 4.25 മണിക്കൂർ വേണം. 2.5 മണിക്കൂർ മതി ബൈ റോഡ് പോകണമെന്നുണ്ടെങ്കിൽ. അതാണ് പ്രശ്നം. ചോദിക്കുന്ന ഇപ്പം ഞാൻ ആരോടാന്ന് വെച്ചാൽ, ട്രെയിനിൻ്റെ അകത്ത് ലോക്കോ പൈലറ്റ് പോലും ഇല്ല ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് വേറൊരു ട്രെയിൻ റിവേഴ്സിലെടുത്ത് വരുന്നത്. അതും 2 കോച്ചേ ഉള്ളൂ. എല്ലാം ഈ 2 കോച്ചുകളുള്ള ട്രെയിനാണ്. ഇത് തന്നെ ആയിരിക്കും മിക്കവാറും ബുഡാപെസ്റ്റ് പോകുന്നത്. എന്തായാലും കൊള്ളാം. ഇത് ആരുടെ ട്രെയിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റൊമേനിയയുടെ ട്രെയിനാണെന്നാണ് തോന്നുന്നത്. റൊമേനിയയുടെ ട്രെയിനാണ്. റൊമേനിയയുടെ ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ കയറാം നമുക്ക്. ലോക്കോ പൈലറ്റിനെ പോലും കാണാനില്ല, ആരുമില്ല. നോബഡി ഹേ. ഓക്കെ ആരോട് ചോദിച്ചു. ഇത് തന്നെ. അപ്പോൾ നമുക്ക് കയറാം. ഇതിന് സീറ്റ് റിസർവേഷൻ ഒന്നും വേണ്ട, വെറുതെ നമ്മളങ്ങ് കയറി ഇരുന്നാൽ മതി. നമ്മുടെ EU റെയിൽ പാസ് വെച്ചിട്ട് നമുക്ക് കയറിയിരിക്കാം. ചില ട്രെയിനുകളിൽ മാത്രമേ സീറ്റ് റിസർവേഷൻ ഉള്ളൂ. ഇവിടുത്തെ ട്രെയിനുകളെല്ലാം കാലിയാണല്ലോ. ദാറ്റ്സ് വാട്ട് ഐ ആം തിങ്കിങ്. വാട്ട് ഈസ് ദിസ് ഹാപ്പനിങ്? ഈ സീറ്റ് പിന്നെയും കൊള്ളാം കേട്ടോ. ഇന്നലെ വന്ന ട്രെയിൻ പോലെ അല്ല ഇത്. കുറച്ചും കൂടെ ബെറ്റർ സീറ്റാണ്. വിൻഡോ ഒക്കെ കണക്കായില്ല. ഒരു വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുന്തവും കാണത്തുമില്ല. അല്ലേ തന്നെ മഴയാണ്, പിന്നെ ഒന്നും കാണാനുമില്ല. കൊള്ളാം. ഇതിനകത്ത് ലാപ്ടോപ്പ് ചാർജിങ്ങും മൊബൈൽ ചാർജിങ്ങും പരിപാടികളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ടെന്ന് തോന്നുന്നു. അവിടെ കാണാം. അങ്ങനെ കൃത്യം 11 മണി നമ്മുടെ ട്രെയിൻ റൊമേനിയയിൽ നിന്നും ഹംഗറിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 35 മിനിറ്റ്സ്, അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഹംഗറിയിലേക്ക് കയറും. സിമ്പിളാണ്. അരമണിക്കൂർ ഹംഗറി കയറും. എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കണം. അതായത് കോമഡി എന്താണെന്നറിയോ, നമ്മുടെ ട്രെയിൻ 11 മണിക്കല്ലേ വിടുന്നത്. 11 മണിക്ക് വിടുന്ന നമ്മുടെ ട്രെയിൻ കുർട്ടിക്കി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ 11:15 നിർത്തും. അത് കഴിഞ്ഞ് നമ്മൾ ലുക്കോഷാഹ എന്ന് പറഞ്ഞൊരു അങ്ങനെ എന്തൊരു സ്റ്റേഷനിൽ നമ്മൾ 10:45 അതായത് ഹംഗറി ഇവിടെ വെച്ച് 1 മണിക്കൂർ പുറകിലാണ് വീണ്ടും. അപ്പോൾ 11 മണിക്ക് വിടുന്ന ട്രെയിൻ 10:45 ഹംഗറിയിലെത്തും. എന്താല്ലേ സിമ്പിൾ, എന്ത് പരിപാടിയല്ലേ. നമ്മൾ വീണ്ടും 1 മണിക്കൂർ. ഇപ്പം തന്നെ ഇന്ത്യയുമായിട്ട് 3.5 മണിക്കൂറിന് വ്യത്യാസമുണ്ട്. ഇനി 4.5 മണിക്കൂറിൻ്റെ വ്യത്യാസവും.
ഇവരുടെ ഇതൊരു ഗുഡ്സ് ട്രെയിൻ കിടപ്പുണ്ട്. ഇത് നല്ല ഇഷ്ടംപോലെ ട്രെയിനുണ്ട്. അത് ഹംഗറിയുടെ ട്രെയിൻ, എനിക്കറിയത്തില്ല, ഇഷ്ടംപോലെ ട്രെയിനുകൾ കിടപ്പുണ്ട്. ഇവിടെ എല്ലാം യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ റെയിൽവേ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാട്ടോ, ഒരു രക്ഷയില്ല. ഈ കോച്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ ദൈവം, ഇന്നലെ ഇതേപോലെയായിരുന്നു. ഇത് എന്തെന്നടി ഇതിങ്ങനെ, ഇത് ട്രെയിനിലാകെ 2 കോച്ചേ ഉള്ളൂ. അതിനകത്ത് ഈ കോച്ചിൽ വേറെ ആരുമില്ല. ട്രെയിൻ വിട്ടു. ഒരു അപ്പൂപ്പൻ അവിടെ ഉണ്ട്. അപ്പൂപ്പൻ ഞാൻ കണ്ടില്ല. ഒരു അപ്പൂപ്പൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ കാലി, ബാക്കിയെല്ലാം അടിപൊളി. ശരിക്കും പറഞ്ഞാൽ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാട്ടോ. നമ്മളിപ്പോൾ റൊമേനിയൻ ബോർഡറിലുള്ള ഒരു പോലീസ് സ്റ്റേഷനല്ലേ, റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വണ്ടി നിർത്തി. 2 പോലീസുകാർ, ഇമിഗ്രേഷൻ പോലീസുകാർ ഇവിടെ വന്നു എന്ന് പറഞ്ഞു. ഹായ്, വി ആർ ഫ്രം ഇമിഗ്രേഷൻ പോലീസ്, ക്യാൻ യു ഷോ മി യുവർ പാസ്പോർട്ട്? യെസ്, ഞാൻ പാസ്പോർട്ട് കൊടുത്തു. അവർ പാസ്പോർട്ട് വാങ്ങിച്ചു. സോ എൻ്റെ എത്ര ദിവസമായി റൊമാനിയ വന്നിട്ട്, നീ എവിടെ പോകുന്നത്? ഓക്കെ, കാഷ്വൽ ക്വസ്റ്റ്യൻസ്. പിന്നെ അവർ ജസ്റ്റ് ഫോൺ എടുത്തിട്ട് എൻ്റെ പാസ്പോർട്ട് നമ്പറൊക്കെ അടിച്ച് നോക്കി എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പാസ്പോർട്ട് തിരിച്ചു വന്നു. ഹാവ് എ നൈസ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഇത്രയുള്ളൂ. ഇതാണ് നമ്മുടെ ഹംഗറി ബോർഡർ. നമ്മൾ ഹംഗറി ബോർഡറിൽ കയറി. ഇവിടെ ഒരു അങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാകത്തൊന്നുമില്ല. ബോർഡർ എന്തോ, ക്രോസിങ് എന്താ പരിപാടി എന്നൊന്നും നമുക്കങ്ങനെ മനസ്സിലാകത്തൊന്നുമില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് അങ്ങ് പോകത്തേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ കുറേ പാടങ്ങളുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഷെങ്കനിൽ നമുക്ക് ബൈ റോഡ് പോകുമ്പോൾ പോലും നമുക്ക് ബോർഡറുകളൊന്നും കാണാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ ഒരു ബോർഡ് ഉണ്ടാവും, വെൽക്കം ടു ആ കൺട്രി എന്നും പറഞ്ഞുകൊണ്ട്. ചിലപ്പം അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല. ട്രെയിനിൽ വന്നിട്ട് ഷെങ്കൻ രാജ്യങ്ങൾക്കിടയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും പാസ്പോർട്ട് ചെക്കിങ് വളരെ കുറവാണ്. ഇതിപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ കാരണം റീസെൻ്റ്ലി ആണല്ലോ ഈ റൊമാനിയയും ബൾഗേറിയയും ഒക്കെ ഷെങ്കനിലേക്ക് കയറിയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെക്കിംഗ് ആണ്. അപ്പോൾ ബോർഡർ കൺട്രോളൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പം ഏതാനും ദിവസങ്ങളായതേ ഉള്ളൂ. പ്രത്യേകിച്ച് ലാൻഡ് ബോർഡർ ക്രോസിങ്ങിൽ ബോർഡർ കൺട്രോൾ ഉണ്ടായിരുന്നു. ആ ബോർഡർ കൺട്രോൾ ഒഴിവാക്കിയിട്ട് കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ. ജനുവരി 1 മുതലാണ് അത് ഒഴിവാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇനീഷ്യലി അവർ കുറച്ച് പാസ്പോർട്ടൊക്കെ വെറുതെ വന്ന് വാങ്ങിച്ച് നോക്കുന്നത്. ബോർഡർ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് തന്നെ കണ്ടില്ലേ, നമ്മൾ ആ ഒരു ബോർഡർ ക്രോസ് ചെയ്ത് ലൊക്കോഷാഹ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെയും ഈ പോലീസുകാർ വന്നിട്ട് എന്തായാലും നമ്മുടെ പാസ്പോർട്ട് ചോദിക്കും. അങ്ങനെ നമ്മൾ KLT-UK യാത്രയിൽ നമ്മുടെ അടുത്ത രാജ്യത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇത് സീമെൻസിൻ്റെ ലോക്കയാണ്. ഇത് ഇവരുടെ ട്രെയിനാണെന്ന് തോന്നുന്നു. അത് കൊള്ളാം. ഇവരുടെ അല്ല, അത് നമ്മുടെ CFRൻ്റെ മറ്റേ ഇവരുടെ റൊമേനിയയുടെ ട്രെയിൻ തന്നെയാണ്. അടിപൊളി. അങ്ങനെ നമ്മൾ അടുത്ത രാജ്യത്തേക്ക് കയറി. നമുക്ക് വെറുതെ ഇറങ്ങി ഒന്ന് കാല് കുത്തിയിട്ട് വരാം അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ 21ാമത്തെ രാജ്യം. അത് മാത്രമല്ല, അവിടെ പോകാൻ പോകണോ? അല്ല, പോകാൻ പോകില്ല. നമ്മുടെ 21ാമത്തെ രാജ്യം. പിന്നെ നമ്മുടെ ഈ KLT-UK യാത്രയിൽ നമ്മുടെ 21ാമത്തെ രാജ്യം. പിന്നെ നമ്മുടെ ശരിക്കുമുള്ള 51ാമത്തെ രാജ്യം ഹംഗറിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹംഗറി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹംഗറി ഒന്നുമില്ല, ഒരു വിജനമായ സ്ഥലം. മഴയാണ്, തണുപ്പാണ്. നമുക്ക് അകത്തേക്ക് കയറാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇത് ലോക്കോ മാറ്റുന്നു. അത് ശരി, ഇത് ലോക്കോ മാറ്റി. അതിനെന്താ ഇവിടെ ഇത്രയും വന്നിട്ട് ലോക്കോ മാറ്റുന്നോ? സീമെൻസിൻ്റെ ലോക്കമാണ് കണ്ടോ. ഇപ്പോഴും ഈ കോച്ചിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ 2 സ്റ്റാഫ്. നേരത്തെ കയറുണ്ടായിരുന്ന അപ്പൂപ്പൻ അപ്പുറത്ത് എവിടെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ ഇവർ ലോക്കോ മാറ്റി. ട്രെയിനിലെ സ്റ്റാഫും മാറി ലോക്കോയും മാറി. ഇവിടെ ആരും വന്ന് എൻ്റെ പാസ്പോർട്ട് ഒന്നും ചോദിച്ചില്ല. 2 പോലീസുകാർ കയറി വന്നിട്ട് ഇതിലൂടെ നടന്നു പോയി. എന്നോട് ഹായ് പറഞ്ഞു, ഹലോ എന്ന് പറഞ്ഞു. ഹലോ, എൻ്റെ പാസ്പോർട്ടൊന്നും ആരും ചോദിച്ചില്ല. ഇവിടെ പുറത്തെ കോച്ചിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അവിടുത്തെ ഈ ട്രെയിൻ മൊത്തത്തിൽ ഞാനാണോ നമുക്ക് അറിയണമല്ലോ. ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണമല്ലോ. എൻ്റെ ദൈവമേ, ഈ ട്രെയിനിൽ ഞാൻ മാത്രമേ ഉള്ളൂ പാസഞ്ചറായിട്ട്. ക്യാൻ യു ബിലീവ് ദാറ്റ്? ഇതെന്താ ഇത്? ഞാൻ മാത്രം പാസഞ്ചറായിട്ട് സ്വന്തമായിട്ടൊരു ട്രെയിൻ പിടിച്ച് ഞാൻ എന്താ പറയുക വേറൊരു രാജ്യത്തേക്ക് പോവാന്ന്. എനിക്ക് ഈ ട്രെയിനിൽ ഞാൻ മാത്രമേ ഉള്ളൂ പാസഞ്ചറായിട്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ ട്രെയിനിൻ്റെ ബാക്ക് സൈഡിലെത്തി. Oh my god. Can you guys believe this? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സ്വന്തമായിട്ടൊരു ട്രെയിൻ വാടകയ്ക്ക് എടുത്തിട്ട്, വാടകയല്ല സ്വന്തമായിട്ടൊരു ട്രെയിൻ, അതും ഫ്രീ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. യൂറേൽ പാസ് എടുത്തിട്ടുണ്ടല്ലോ. സ്വന്തമായിട്ടൊരു ട്രെയിൻ എടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഹംഗറി എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് പോവാണ്. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് കേട്ടോ. ദൈവം, ഇത് ഇവിടെ നിന്ന് ആരും ട്രാവൽ ചെയ്യുന്നില്ലേ? ഇവിടെ നിന്ന് ആരും എന്താ ട്രെയിനിൽ പോകാത്ത? ചിലപ്പം ടൈം കൂടുതൽ എടുക്കുന്നതുകൊണ്ടായിരിക്കും ആരും ട്രെയിനിൽ പോകാത്തെന്ന് എനിക്ക് തോന്നുന്നു. ആകെ 2 കോച്ചുള്ള ട്രെയിൻ. ആ 2 കോച്ചുള്ള ട്രെയിനിൽ ഞാനും പിന്നെ 2 TT-മാർ പിന്നെ ലോക്കോ പൈലറ്റ്, അത്രേ ഉള്ളൂ. വേറെ ആരുമില്ല. നോബഡി എനിബഡി. അത് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് കേട്ടോ. അടിപൊളി. എന്തൊന്നടേ ഇത്?
ഇത് എന്തുവാണ് ഞാൻ കാണിച്ചത്? നിങ്ങളെ കാണിച്ചു തരാണ്, വേറെ ആരും ഇല്ലെന്നറിയാൻ വേണ്ടി. ഇതൊരു ആളുണ്ട്. വൈ ദർ ഈസ് നോ പീപ്പിൾ ഇൻ ദ ട്രെയിൻ? ഇറ്റ്സ് ജസ്റ്റ് മീ. നോ മാറ്റർ. പുള്ളിക്ക് അറിയത്തില്ല, പുള്ളിക്ക് ഞാൻ പറയുന്ന ഭാഷ അറിയത്തില്ല, അതുകൊണ്ടാണ്. സോറി, കുഴപ്പമില്ല, സാറില്ല. എൻ്റെ അമ്മോ കേട്ടാ, നമ്മളിപ്പം ലോക്കോ ഇല്ലാത്ത ട്രെയിനാണ് കേസ്. ലോക്കോ ഇല്ലാണ്ടല്ലേ, വെറുതെ അല്ല കേട്ടോ. ഒരു ചേട്ടൻ കൂടെ വന്നിട്ടുണ്ട്, ഈ ചേട്ടൻ കൂടെ ഉള്ളെന്ന് തോന്നുന്നു. ഈ ട്രെയിന് ഇവിടെ കൊണ്ടിട്ടിട്ട് ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല അടുത്ത ലോക്കോ ഉണ്ടെന്ന് പിടിപ്പിച്ചിട്ട് ഇതിവിടെ നിന്ന് പോകുന്നത്. ഇവിടെ ഒരു ബോർഡ് കണ്ടോ? ഇതുപോലെയുള്ള ചെറിയ വെൽക്കം ബോർഡുകളുണ്ടാവും സാധാരണ എവിടെയെങ്കിലും ഒരു രാജ്യത്തേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്കിനും. ഇത് ആക്ച്വലി ഹംഗറിയുടെ ഫ്ലാഗാണത്. ഹംഗറിയുടെ ഫ്ലാഗാണ് താഴെ കാണുന്നത്. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗുമായിട്ടൊക്കെ ഒരു ചെറിയ സാമ്യതയുള്ള ഒരു ഫ്ലാഗല്ലേ ഹംഗറിയുടെ ഫ്ലാഗ്. അയർലൻഡിൻ്റെ ഫ്ലാഗ് ഏകദേശം ഇതേപോലെയൊക്കെയാണ്. അപ്പം ആ ഒരു ചെറിയൊരു വെൽക്കം ബോർഡ് ഇവിടെ ഉണ്ട്, വേറൊന്നുമില്ല. ഇതായത് ഇവിടെ ഒന്നും ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതാണ്. ഈ ട്രെയിനിലോ അല്ലെങ്കിൽ ഈ സ്ഥലത്തോ ഇവിടെ ഒരു മനുഷ്യനും ഇല്ല. ഒരു ആനയല്ല, ഒരു ഈച്ച പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ, അപ്പുറത്തൊരു കാർഗോ ട്രെയിൻ കിടപ്പുണ്ട്, പിന്നെ ഇവിടെ ഒരു നമ്മുടെ ട്രെയിൻ കിടപ്പുണ്ട്, ഇത് വേറൊരു ട്രെയിൻ കിടപ്പുണ്ട്. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് ഇവിടെ ഈ ഒരു സ്റ്റേഷനിൽ വണ്ടി കിട്ടും. അതുകൊണ്ടാണ് ഈ ട്രെയിനിൽ ആരും കയറാത്തതെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ബൈ റോഡ് നമുക്ക് വണ്ടി ഓടിച്ച് ബസ്സിന് എടുക്കാൻ സമയം കൂടുതൽ എടുക്കും, കാർ ഓടിച്ച് എത്താൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് ട്രെയിൻ വിട്ടു. ഇനിയിപ്പോൾ നമ്മൾ 1 മണിക്കൂർ പുറകിലായി കേട്ടോ. ഇപ്പം സമയം ഇവിടെ 11:45 ഉള്ളൂ, റൊമേനിയയിൽ 12:45. ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടോ? വാവ്, അത് ബസ്സാണ്. നമ്മൾ ശ്രീലങ്കയിലൊക്കെ കാണുന്ന പോലത്തെ ബസ്, ട്രെയിൻ പോലത്തെ സാധനം. നോക്കി, വാ, ഇത് ഹംഗറിയിലെ ട്രെയിനുകളൊക്കെ വേറെ ലെവലാണല്ലോ. ദൈവമേ, എച്ച് സ്റ്റാർട്ട്. എൻ്റെ പൊന്നു, ഇവിടുത്തെ സ്ഥലപ്പേരൊക്കെ വേറെ ലെവലിൽ സ്ഥലപ്പേരാട്ടോ. റെയിൽവേ സ്റ്റേഷനും അടിപൊളിയാണ്, നൈസ്. ഇവിടെ നിന്ന് 2-3-4 പേരൊക്കെ ട്രെയിനിൽ കയറുന്നുണ്ട്. ഞാൻ പോയി സീറ്റ് ഇരിക്കട്ടെ. നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന നമ്മുടെ 51ാമത്തെ രാജ്യമായിട്ടുള്ള ഹംഗറി എന്ന് പറയുന്നത് ആക്ച്വലി സെൻട്രൽ യൂറോപ്പിലെ ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. ഈ രാജ്യത്തിന് കുറേ രാജ്യങ്ങളുമായിട്ട് അതിർത്തിയുണ്ട്. അതായത് ഹംഗറിക്ക് സ്ലോവേക്കിയമായിട്ട് അതിർത്തിയുണ്ട്, ഉക്രൈനുണ്ട്, റൊമേനിയയുമായിട്ട് അതിർത്തിയുണ്ട്, സെർബിയയുമായിട്ട് അതിർത്തിയുണ്ട്, ക്രൊയേഷ്യയായിട്ട് അതിർത്തിയുണ്ട്, സ്ലൊവേനിയയായിട്ട് അതിർത്തിയുണ്ട്, ഓസ്ട്രിയയായിട്ട് അതിർത്തിയുണ്ട്. ഇത്രയും രാജ്യങ്ങളുമായിട്ട് ഹംഗറിക്ക് അതിർത്തികളുണ്ട്. ഹംഗേറിയൻ ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. ഹംഗേറിയൻസ് എന്നാണ് നമ്മൾ ഹംഗറിക്കാരെ പൊതുവെ വിളിക്കുന്നത്. ഇതിനകത്ത് റോമാക്കാരും ജർമ്മക്കാരും പിന്നെ മറ്റ് യൂറോപ്പിൽ നിന്നുള്ള പല ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇവർ ഏകദേശം 50% വരുന്ന ആളുകൾ ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മതം പറയാൻ ആഗ്രഹിക്കാത്തവരും പിന്നെ മതവിശ്വാസികളല്ലാത്തവരുമായിട്ടുള്ള ഒരു കുറച്ച് ആൾക്കാരാണ്. ഹംഗേറിയൻ ഫോറിൻറ്റ് എന്നാണ് ഇവരുടെ കറൻസിയുടെ പേര്. ഹംഗേറിയൻ ഫോറിൻറ്റ് എന്ന് പറയുന്നത് ഇവരുടെ 10 രൂപ എന്ന് പറയുന്നത് നമ്മുടെ 2 രൂപയാണ്. അതാണ് ഇവിടുത്തെ സംഭവം. ഇവരുടെ 10 രൂപ എന്ന് പറയുന്നത് നമ്മുടെ 2 രൂപ. ആദ്യമായിട്ടാണ് യൂറോപ്പിൽ കയറിയിട്ട് അങ്ങനെ ഒരു രാജ്യത്തേക്ക് വരുന്നത്. പിന്നെ നമ്മുടെ ഒട്ടോമാൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ തുർക്കിയിൽ നിന്ന് ഇങ്ങനെ ആക്രമിച്ച് ഓരോ രാജ്യങ്ങളും പിടിച്ചെടുത്ത് ഇവിടെ ഹംഗറി വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ സോവിയറ്റിൻ്റെ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേൾഡ് വാർ 1, വേൾഡ് വാർ 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചരിത്രമൊക്കെ കുറേ അറിയാവുന്നതല്ലേ, ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഹംഗറിയുടെ ഏതൊക്കെയോ ഗ്രാമങ്ങളൊന്നും ഇല്ല, ഒരു ഗ്രാമം ഇതുവരെ കണ്ടില്ല. ഫുള്ളിങ്ങനെ പാടങ്ങളാണ്. ഇങ്ങനെയൊക്കെയോ കിടക്കുന്ന പാടങ്ങൾക്ക് നടുവിലൂടെ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ ബുദാപെസ്റ്റിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ 5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ ബുഡാപെസ്റ്റ് നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റൊമേനിയയിൽ നിന്ന് കയറി നമ്മൾ റൊമേനിയയുടെ ട്രെയിനിൽ നമ്മൾ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ഹംഗറി എന്ന് പറഞ്ഞ രാജ്യത്ത് ഹംഗറിയുടെ തലസ്ഥാനമായിട്ടുള്ള ബുഡാപെസ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ബുഡാപെസ്റ്റ് എന്നും ബുഡാപെസ്റ്റ് എന്നും പറയും, കാരണം ഇവിടെ എഷ ആയിട്ടാണ് ഇവർ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി ട്രെയിനുകളൊക്കെ കാണാം. അത് നമ്മുടെ വന്ദേ ഭാരത് പോലത്തെ ട്രെയിനുകൾ, നോക്കി കിടിലൻ ട്രെയിനുകൾ. ഈ ചങ്ങയാണ് കയറിയപ്പം മുതലിരുന്ന് ഉറക്കുക. ബ്രോ ഹലോ, വി റീച്ച്ഡ്, ഗെറ്റ് ഡൗൺ. എന്തൊക്കെ സാധനങ്ങളായിട്ടാണോ പുള്ളി ട്രാവൽ ചെയ്യുന്നത് ആർക്കറിയാം.
അയ്യോ, അങ്ങനെ നമ്മൾ ബുഡാപെസ്റ്റ് നഗരത്തിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ധാരാളം ആളുകൾ ഹംഗറിയിലെ ബുഡാപെസ്റ്റ് നഗരത്തിൽ വന്നിട്ടുണ്ടാവും. ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ധാരാളം ട്രാവൽ വ്ളോഗർമാരും അല്ലാതെ ധാരാളം സഞ്ചാരികളും. ഞാൻ തന്നെ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ബുഡാപെസ്റ്റിൽ കുറേ കാണേണ്ട കുറേ കാഴ്ചകളെ പറ്റിയൊക്കെ. നിങ്ങളിൽ പല ആൾക്കാരും വന്നിട്ടുണ്ടാവുക വിസ് എയറിലോ റയാൻ എയറിലോ വിമാനത്തിൽ ഏതെങ്കിലും വിമാനത്തിലൊക്കെ ആയിരിക്കും. പക്ഷേ ഞാനിവിടെ റൊമേനിയയുടെ ട്രെയിനിലാണ് ഞാനിവിടെ ബുഡാപെസ്റ്റ് നഗരത്തിലേക്ക് വന്നിറങ്ങിയത്. റൊമേനിയയിൽ നിന്ന് റൊമേനിയയുടെ ട്രെയിനിൽ. അതല്ലേ, അതാണ് നമ്മുടെ വ്യത്യാസം. നമ്മുടെ യാത്രകൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു സീ ദ തിങ്സ് ഫ്രം ബുഡാപെസ്റ്റ്. നല്ല അടിപൊളി ഫുഡ് കിട്ടുമെന്നാണ് കേട്ടിട്ടുള്ളത് ഇവിടെ ബുഡാപെസ്റ്റിൽ. അപ്പോൾ വിശക്കുന്നു. ഇപ്പോൾ വൈകിട്ട് 4 മണിയായി ബേസിക്കലി. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു ഹോട്ടലിൽ നിന്ന്. അതുകൊണ്ട് ഇച്ചിരി പ്രോട്ടീനൊക്കെ കയറ്റിയിട്ടുണ്ട്. 3 മുട്ടയും പിന്നെ 2 ചിക്കൻ്റെ എന്തൊക്കെയോ സാധനങ്ങളല്ല, ചിക്കൻ സോസേജ് അതൊക്കെ കഴിച്ചായിരുന്നു. അതാ കഴിച്ചത് രാവിലെ. ഈ ട്രെയിൻ കൊള്ളാം അല്ല. ഇത് കാണുമ്പോഴത്തേക്കിനും നമ്മുടെ മെട്രോ ട്രെയിനുകളില്ലേ, നമ്മൾ ഓസ്ട്രേലിയയിലൊക്കെ പോയപ്പോൾ കണ്ട മെട്രോ ട്രെയിനുകൾ പോലത്തെ മെട്രോ ട്രെയിനുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ബാഗ് കൊണ്ടുപോയി ഹോട്ടലിൽ വെക്കണം. ഞാനിവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് ഒരു ബസ് എടുത്ത് പോയാൽ ഹോട്ടലിൽ എത്താം എന്നാണ് അറിഞ്ഞത്. ആദ്യം കൊണ്ട് അവിടെ വയ്ക്കാം. ഇത് നമ്മൾ രാവിലെ കണ്ട ലോക്കോ അല്ലല്ലോ ഇത്. ശരി, ഇത് ഇടയ്ക്ക് ലോക്കോ മാറിയായിരുന്നല്ലോ. ഇതെനിക്ക് തോന്നുന്നു ഇവരുടെ ലോക്കോ ആണെന്ന് തോന്നുന്നു കേട്ടോ. നഗരങ്ങളിലെല്ലാം വരുമ്പോഴത്തേക്കിനും ടെർമിനസ് സ്റ്റേഷനുകളാണ്. ഉണ്ടല്ലേ, സീമെൻസിൻ്റെ ലോക്കോ ഉണ്ടോ? സീമെൻസിൻ്റെ ലോക്കോ. എല്ലാം ടെർമിനസ് സ്റ്റേഷനുകളാണ് നഗരത്തിൽ വരുമ്പോഴത്തേക്കിനും. ഇവിടെ ഇങ്ങനെ വന്ന് അവസാനിക്കുന്ന നമ്മുടെ ചെന്നൈ സെൻട്രൽ, മുംബൈ സെൻട്രൽ എന്നൊക്കെ പറയുന്ന അതുപോലത്തെ സ്റ്റേഷനുകൾ. ഇത് കൊള്ളാം കേട്ടോ സ്റ്റേഷൻ. ഇത് നല്ല അടിപൊളി, നല്ല പ്രൗഢിയുള്ള ഭംഗിയുള്ള സ്റ്റേഷൻ. ഞാൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെടുപ്പിച്ച ആളില്ലേ, പുള്ളി ഓസ്ട്രിയക്കാരനാണ്, തൊട്ടടുത്ത രാജ്യത്തിലെ ആളാണ്. പുള്ളി എന്നോട് ഓസ്ട്രേലിയയിൽ ചില സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു, നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. പുറത്ത് പോയിട്ട് പൈസ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട, ഇവിടെ പ്രത്യേകിച്ച് ഇവർ പറ്റിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവർ. ഒത്തിരി പുള്ളിയോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇത് കൊള്ളാമല്ലേ, ഗവൺമെൻറ് വിൻഡോ. ഇതെന്താണ് ഗവൺമെൻറ് വിൻഡോ? ഓടാ, ഇത് ശരിക്കും നമ്മുടെ എന്താ പറയുക, നമ്മുടെ മുംബൈ CST അല്ലേ, മുംബൈ ഛത്രപതി സെൻട്രൽ, അതല്ലേ ആ സ്റ്റേഷനല്ലേ ഇത്? അതേപോലെ ഉണ്ട് അല്ലേ? അല്ലേ നമ്മുടെ ലണ്ടനിലെ മറ്റേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇൻ്റർ കൺട്രി ട്രെയിനുകളൊക്കെ തുടങ്ങുന്ന ലണ്ടനിലെ UK സ്റ്റേഷൻ അതേപോലെയൊക്കെ ഉണ്ട്. ഈ ബ്രിട്ടീഷുകാരുടെ സംഭവമാണോ? അല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല അടിപൊളി കീട്ടില്ല സ്റ്റേഷൻ. നല്ല ഡോണറിൻ്റെ മണം. ഇതിവിടെ വല്ല കടയുണ്ടോ? വിശന്നിരിക്കുമ്പോഴീ മണം വരുമ്പോഴത്തേക്കിനുമേ എവിടെ നിന്നാണോ മണം വരുന്നത്? മണം വരുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനകത്ത് ഓരോരോ കുഞ്ഞു കടകളൊക്കെയാണ്. അവിടെ സാൻഡ്വിച്ചും അതും ഇതൊക്കെയാണ്. എനിക്ക് സാൻഡ്വിച്ച് ഒന്നും കഴിക്കണ്ട. എനിക്ക് ഇവിടുത്തെ എന്തെങ്കിലും ലോക്കൽ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്നാലും നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനായിരുന്നു. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കിടുക്കാച്ചി റെയിൽവേ സ്റ്റേഷൻ, പൊളിച്ച്. എന്ത് ഹൈറ്റ് എന്നറിയോ, സൂപ്പർ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും ബസ് സ്റ്റാൻഡുണ്ട്. സോ ഐ വിൽ ഹാവ് ടു ഫൈൻഡ് സം ബസ്. മോനെ, അവിടെ ഇസ്താൻബുൾ കബാബ് എന്ന് പറഞ്ഞ കട, അതിൻ്റെ മണമാണെന്ന് തോന്നുന്നു എനിക്ക് റെയിൽവേ സ്റ്റേഷനകത്ത് അടിച്ചത്. അടിപൊളി. അത്യാവശ്യം തിരക്കായല്ലോ. ഇവിടെ ബസ്സുകളൊക്കെ എല്ലാം അടിപൊളി പുത്തൻ ബസ്സുകളാണ്. നമ്മൾ ഇതുവരെ കണ്ട സോഫിയയും അല്ലെങ്കിൽ ബൾഗേറിയയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റൊമേനിയയും പോലൊന്നും അല്ല ഈ രാജ്യം കുറച്ചും കൂടെയൊക്കെ വികസിതമാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ കാഴ്ച നോക്കി, എന്ത് രസമല്ലേ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ കാഴ്ച. ഈ രാജ്യം കുറച്ചും കൂടെ വികസിതമാണ്, കുറച്ചും കൂടെ ബെറ്ററാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രൈം റേറ്റ് ഒക്കെ കുറച്ച് കൂടുതലാണെന്നാണ് ഞാൻ കേട്ടത്. അവിടെ ഇസ്താൻബുൾ കബാബുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ കബാബ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഷവർമയോ ഡോണറോ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതാണല്ലോ ഏറ്റവും ബെസ്റ്റ്. ഇപ്പം വിശന്നിരിക്കുമ്പോൾ എന്താ പിന്നെ കഴിക്കുക. സോ ലെറ്റ് മീ ട്രൈ ദാറ്റ്. താങ്ക് യു. പ്ലേറ്റ് ഷവർമയാണ്. ഇത് കുറേ ഉണ്ടല്ലോ, ഒരു ലോഡ് സാധനം ഉണ്ടല്ലോ. 3500 ഹംഗേറിയൻ രൂപയായി ഈ സാധനത്തിന്. അതായത് ഏകദേശം 750 രൂപ. ഇത് ചിക്കനിലും ബീഫിലും ഇതിനടി ചോറുണ്ട്, പിന്നെ അങ്ങനെ പല രീതിയിൽ കിട്ടും. അപ്പോൾ ഞാൻ ചിക്കൻ വിത്ത് ചോറാണ് വാങ്ങിച്ചിരിക്കുന്നത്. കുറേ വെജിറ്റബിൾസും പിന്നെ പീത്ത ബ്രെഡും ഒക്കെ ഇട്ടിട്ട് തന്നിരിക്കുകയാണ്. അടിപൊളിയാണല്ലോ. സ്പൈസി വേണമെന്ന് ചോദിച്ചായിരുന്നു, അപ്പോൾ സ്പൈസി സോസ് ഒഴിച്ച് തന്നിട്ടുണ്ട്. കൊള്ളാം അല്ലേ? ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് 1 ദിവസത്തെ പാസ്, 2 ദിവസത്തെ 3 ദിവസത്തെ പാസ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാം. ഞാനൊരു 3 ദിവസത്തെ പാസ് എടുത്തു. കാരണം ഞാൻ ഇന്നും നാളെ ഇവിടെ ഉണ്ട്, 2 ദിവസത്തെ പാസ്സായിട്ടില്ല.
അപ്പോൾ അത് ബുഡാപെസ്റ്റ് ഗോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാസ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട്. എന്നിട്ട് ബസ്സിൽ കയറുമ്പോഴത്തേക്കിനും ആ പാസ് ജസ്റ്റ് അവിടെ വാലിഡേറ്റ് ചെയ്യണം. വാലിഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ മനോഹരമായിട്ടുള്ള ആ ഒരു റെയിൽവേ സ്റ്റേഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ബുദാപെസ്റ്റ് കെലേത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല, സെൻട്രലിനോ നോർത്തെന്നോ അങ്ങനെ വല്ലതും എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു 73 നമ്പർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോട്ടലിനടുത്ത് എത്താൻ പറ്റും. ഇവിടെ താഴെയൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കുറേ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ എനിക്ക് എൻ്റെ ബസ് കാണാം, പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കിനും മിക്കവാറും അത് പോകും. ഒരു 8 മിനിറ്റിലും ബസ് ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഈ 1984 പണിതാണ് ഇത്. പുതിയ സ്റ്റേഷനല്ലേ, 1984 പണിത സ്റ്റേഷനാണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ കെട്ടിടങ്ങളുടെ ആർക്കിടെക്ചർ ഭംഗിയുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 4:45 ഇരുട്ടും. ഞാൻ ഹോട്ടലെത്തുമ്പോഴത്തേക്കിനും ഇത് ഇരുട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്, വലിയ മെച്ചമൊന്നുമില്ല. അത് മുമ്പിൽ മാത്രമേ ഉള്ളൂ അത് അടിപൊളിയായിട്ട് കിടക്കുന്നത്. പുറകുവശമൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. എൻ്റെ ബസ്സിന് വേണ്ടി ഞാനിപ്പോൾ വെയിറ്റിംഗ് ആണ്. ബസ് ഇപ്പോൾ വരുമായിരിക്കും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഫുള്ള് ഇത് തുരുമ്പെടുത്ത് ഇത് ഒരുമാതിരി രീതി കിടക്കുകയാണ്. പക്ഷേ ഫ്രണ്ട് അടിപൊളിയാണ് കേട്ടോ, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അടിപൊളിയാണ്. ഭയങ്കര തണുപ്പാട്ടോ. ഇത്ര തണുപ്പ് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇത്ര ദിവസം ഇത്ര തണുപ്പില്ലായിരുന്നു. കൈയൊന്നും പുറത്തിടാൻ പറ്റുന്നില്ല. ബസ് പെട്ടെന്നൊന്നും വന്നായിരുന്നു, കയറിയിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഇലക്ട്രിക് ബസ്, കമ്പിയിലോടുന്ന ട്രെയിൻ ഓടുന്ന പോലത്തെ ഇലക്ട്രിക് ബസ് വന്നിരിക്കുകയാണ്. പോവില്ലേ ഇത്? പോവില്ല. ചേട്ടൻ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. തുറന്നു വന്നിരുന്നാൽ കയറിയിരിക്കുകയായിരുന്നു ചേട്ടാ. പുള്ളി വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ട് എങ്ങോട്ടും ഇറങ്ങിപ്പോയി, ആർക്കറിയാം, അടച്ചിട്ട് പോയി. ഇവിടെ വേറൊരു വണ്ടി കിടപ്പുണ്ട്, 76 എന്നും പറഞ്ഞുകൊണ്ട്, അതും പോകാൻ തോന്നുന്നു. ഇവിടെ കയറുന്നതിന് മുമ്പായിട്ട് ഈ ബസ്സിൽ ഇവിടെ ഒരു QR കോഡ് ഉണ്ടാവും. ഈ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യണം. അപ്പം നമുക്ക് ഇത് ആക്റ്റീവ് ആവും. 72 ഫുൾ ഫെയർ ആക്റ്റീവ് ആയി. കണ്ടോ, അതാണ് പരിപാടി. ആക്റ്റീവ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിനകത്ത് ഇങ്ങനെ ആപ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെ പരിപാടി എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ എക്സ്പയറി എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവും. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ ആൾ വന്നെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. ഒരു ചെറിയ ബസ് യാത്ര. ഞാൻ എൻ്റെ ഹോട്ടലിനടുത്ത് വന്നു. ഇവിടെ എവിടെയോ ആണ് എൻ്റെ ഹോട്ടൽ. തപ്പട്ടെ. ബസ്സസും പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ എന്ത് സിമ്പിളല്ലേ, എത്ര ആളുകളെ കുറച്ചാണ് ഇവർ ഇതൊക്കെ ഓടിക്കുന്നത്. കണ്ടക്ടർ എന്ന് പറഞ്ഞൊരു പരിപാടി ഒരു സ്ഥലത്തും ഇല്ല. എല്ലായിടത്തും ഡ്രൈവർ മാത്രം. ആളുകളെല്ലാം ഡിജിറ്റൽ പേയ്മെൻറ്റ്. നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാൻ പോലും ഡ്രൈവറില്ല. അതായത് ഡ്രൈവർക്ക് അത് ഡ്രൈവറുടെ പണിയല്ല, അതുപോലും ഇല്ല. ആളുകൾ അത്ര സിൻസിയറാണ്. നമ്മൾ പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് പറ്റും. അയ്യോ, റെഡ് ആയിരുന്നല്ലേ. ഞാൻ നടന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ആളുകൾ പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ചക്കർ വരുമ്പോഴത്തേക്കിനും പണി കിട്ടും. അപ്പോൾ ഇവിടെ എവിടെ ഒരു ഷോപ്പിംഗ് മോളുണ്ട്. ആ ഷോപ്പിംഗ് മോളിൻ്റെ അടുത്താണ് എൻ്റെ ഹോട്ടൽ. ഹോട്ടലിലേക്ക് നടക്കാണ്ട് ഓൾമോസ്റ്റ് ഇരുട്ടി. ഇതാണ് പ്രശ്നം. ഇതിപ്പോൾ രാവിലെ 7:30 ആകുമ്പോൾ നേരം വെളുക്കും. അത് വെളിച്ചം വരാനായിട്ടൊരു 8:30 ആവും. സൺറൈസാണ് 7:30. വൈകിട്ട് 4:30 ആകുമ്പോഴത്തേക്കിനും ഇരുട്ടുകയും ചെയ്യും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 8:30, 9:00, 10:00, 11:00, 12:00, 1:30, 2:30, 3:00, 4:00 ആകെ 9 മണിക്കൂറാണ് പകൽ വെളിച്ചം കിട്ടുന്നത്. ഈ പകൽ വെളിച്ചത്തിൽ വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്ത് വീഡിയോ എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പകൽ വെളിച്ചം സ്കിപ്പ് ചെയ്ത് ട്രെയിനിലൊക്കെ കയറി പോകുന്നത്. അതായത് വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ ട്രെയിനിൽ കയറി ഒരു 11 മണി 12 മണി വരെയൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാമല്ലോ. ആ സമയത്ത് പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ. ട്രെയിനിലിരുന്നാൽ ട്രെയിനിൻ്റെ ജനലൊക്കെ ഡേർട്ടി അല്ലേ. അങ്ങനെ അത് ആ ഒരു പ്ലാനും കൂടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇതുപോലുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. പറക്കുന്ന കുതിര കണ്ടോ, ഉള്ളതല്ലേ? പറക്കുന്ന കുതിര നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? നോക്കൂ, പറക്കുന്ന കുതിര. ഞാൻ ദ്വയാർത്ഥം ഉദ്ദേശിച്ചൊന്നുമല്ല കേട്ടോ, ഇപ്പം അതാണല്ലോ ട്രെൻഡ്. ഇതിവിടുത്തെ ഒരു ഷോപ്പിംഗ് മോളാണ്, വെസ്റ്റ് എൻഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ട്. ഇതൊരു വലിയ ഷോപ്പിംഗ് മോളാണെന്ന് തോന്നുന്നു. കുറേ നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് കൊള്ളാമല്ലോ, കൊള്ളാമല്ലേ? ഇതിങ്ങനെ ഉണ്ട പോലത്തെ കുറേ സാധനമാണ്. അതിനകത്ത് കുറേ ഉണ്ട പോലത്തെ കുറേ സാധനം വേറെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്ത് ബാഗ് വെച്ചിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങണം. ഇവിടെ മെട്രോ സ്റ്റേഷനും ബാക്കിയെല്ലാം ഇവിടെ അടുത്താണ്. അതാണ് ഞാൻ ഈ ഹോട്ടൽ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ എന്താ പറയുക, റേറ്റും വലിയ കത്തിയൊന്നും ഇല്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്ങനെ നമ്മുടെ റൂമിലെത്തി ഗൈസ്. എന്താണ്, ഷേവ് ചെയ്തില്ലല്ലോ ഇന്ന് രാവിലെ? ഷേവ് ചെയ്യണം. ഷേവ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം. എന്തായാലും നൈറ്റ് ലൈഫൊക്കെ എടുക്കാൻ പോകില്ലേ ഇനിയിപ്പോൾ. എനിക്ക് വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ ഒരു കംപ്ലീറ്റ് സംഭവങ്ങളും
കാണിക്കാണ്ടിരിക്കാം. അതായത് ഈ റൂമിൽ പോകുന്നതും പിന്നെ ഞാൻ ബസ്സിൽ കയറുന്നതും ട്രെയിനിൽ കയറുന്നതും ഒക്കെ വേണമെങ്കിൽ മൊത്തത്തിൽ എനിക്ക് കാണിക്കാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ കുറേ ട്രാവൽ വീഡിയോസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഒരു സ്റ്റൈലെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച്, അല്ലെങ്കിൽ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് നമ്മൾ റൂമിലെത്തുന്ന വരെയുള്ള രീതിയിൽ നമ്മുടെ ഒരു ഡെയിലി ലൈഫ് വ്ളോഗിങ് പോലെയാണ് നമ്മുടെ ട്രാവൽ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ ഇതൊക്കെ കാണാൻ താല്പര്യമുള്ള ആളുകളും ധാരാളം ഉണ്ടല്ലോ. കാരണം അവർക്കറിയണമല്ലോ ഏതൊക്കെ രാജ്യത്ത് എന്തൊക്കെയാണ്, എന്തൊക്കെ ഫെസിലിറ്റിയാണ് കിട്ടുന്നത്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നത്. ഇതിലെവിടെയാണ് എൻ്റെ മുറി? 47 എത്രയാണ്? 477 കാണുന്നില്ലല്ലോ. 476, 478, 477 എവിടെ? ദൈവമേ, അതവിടെ പോയി. 479 ഇവിടെ ഉണ്ടല്ലോ. ഇതാണ് ഈ പ്രശ്നം. എന്ത് കഷ്ടമാണ്. എനിക്ക് ഇപ്പുറത്തൊന്നും കാണുന്നില്ലല്ലോ. കിട്ടിപ്പോയി മകനെ. ഇതെവിടെ ഇടണ്ടേ? ഇതുണ്ടല്ലേ. യെസ്, ചുമ്മാ ഞെക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ ദിസ് ഈസ് മൈ റൂം. വാവ്, അടിപൊളി പോലെ. ഹംഗറിയുടെ തലസ്ഥാനമായിട്ടുള്ള ബുദ്ധപെസ്റ്റിൽ എനിക്ക് കിട്ടിയ റൂം നോക്കൂ. ഈ റൂമിന് ഞാൻ ആകെ കൊടുത്തിരിക്കുന്നത് 7000 രൂപയാണ് ഒരു ദിവസത്തേക്ക് കൊടുത്തിരിക്കുന്നത്. കേട്ടോ, ഒരു ചെറിയൊരു മിനി സ്വീറ്റ് റൂമാണ്. ഇതൊക്കെ ബിക്കോസ് ഡയമണ്ട് എലൈറ്റ് മെമ്പർ, അതുകൊണ്ട് കിട്ടുന്നതാണ് ഈ സ്വീറ്റ് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ. ഞാൻ സാധാരണ റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. നമുക്കത് ഇവർ അപ്ഗ്രേഡ് ചെയ്തിരുന്നതാണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും ഇവിടെ എന്താണ്, ഇവിടെ ബാക്കിലൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അതാണ് നമുക്ക് കാണുന്നത്. പിന്നെ അതിൻ്റെ മേളിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ടോ, അതൊക്കെ ഈ ഹോട്ടലിൻ്റെ ഹീറ്റിംഗ് സിസ്റ്റം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ സോനയൊക്കെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. മേ ബി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യാം. ബട്ട് ദിസ് ഈസ് നൈസ് അല്ലേ, കൊള്ളാം അല്ലേ. എൻ്റെ ബാത്റൂം എവിടെയാണ്? ഇവിടെയാണ് ഇതിൻ്റെ ബാത്റൂം. ബാഗ് പോലും ഇറക്കി വെച്ചിട്ടില്ല. ഓക്കെ, നൈസ്. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായിട്ട് നമുക്ക് പുറത്തിറങ്ങാം. യെസ്, അപ്പോൾ ഞാൻ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. എന്താ സംഭവം എന്ന് അറിയില്ല, എവിടെ പോകണമെന്ന് എനിക്കറിയില്ല. നമുക്ക് കുറച്ച് നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാം. അതാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. അല്ലേ, പോലെ എന്താണ്, എവിടെയാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ. നമുക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. ഇതൊക്കെയല്ലേ രസം. ഐ ആം ന്യൂ ഹിയർ. സോ can you tell me like where is the best place for the nightlife? The nightlife? Yeah. Yeah, I just want to go and... Yeah, okay. Give me the map and I will show you where to go. Okay. You can just tell me the location so I can... Yeah, okay. Try the Jewish Quarter. Okay, Jewish Quarter. Okay. ഇത്രയും ആൾക്കാരോട് ചോദിച്ചു എവിടെയാണ് പോകേണ്ട നൈറ്റ് ലൈഫ് കാണാൻ. അപ്പോൾ അവരെന്നോടൊരു 1-2 സ്ഥലങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ട്രാമോ മെട്രോയോ എന്തൊക്കെയോ കുന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. നമുക്ക് പോയി നോക്കാം അല്ലേ. നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 8 മണി 9 മണിക്ക് ആകുമ്പോഴേ തുറക്കുള്ളൂ. നമുക്ക് പോയി നോക്കാം. ഞാൻ രാത്രിയിൽ ഇവിടുത്തെ മെട്രോ കയറാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത്. M3 എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ കയറി ഞാൻ ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് ഏരിയയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. യെസ്, കൊള്ളാലോ. നല്ല തണുപ്പട്ടോ പുറത്ത്. ഞാൻ ഏതോ ഒരു മെട്രോ സ്റ്റേഷനിൽ വന്ന് ഏതോ ഒരു മെട്രോ ട്രെയിനിൽ കയറി എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഐഡിയ ഇല്ല എന്താ സംഭവം എന്നുള്ളത്. എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുത്തതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ട്രെയിനുകളിലും ഫ്രീ ആണ്. പക്ഷേ ഇതെവിടെ വാലിഡേറ്റ് ചെയ്യണം, അതെവിടെ വാലിഡേറ്റ് ചെയ്യണമെന്ന് എനിക്കിതുവരെ പഠിച്ചിട്ടില്ല. മെട്രോയിൽ ഇവിടെ വാലിഡേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ടിക്കറ്റ് കൗണ്ടറോ അങ്ങനെ പരിപാടികളൊന്നും കണ്ടില്ല. എന്തായാലും നമ്മൾ ഇതിനകത്ത് കയറി ബാക്കി നമുക്ക് നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാമെന്നേ. പിന്നെ അല്ല, അത്രേ ഉള്ളൂ. ശരിയല്ലേ അല്ലേ. ഞാൻ ഏതോ ഒരു സ്റ്റേഷൻ എന്താണ് ഫ്രൻസിക് ടെറിയോ. ഇവിടുത്തെ സ്റ്റേഷൻ്റെ പേരൊക്കെ വൻ ശോകമാണ് ഗൈസ്. ഇവിടുത്തെ സ്ഥലപ്പേരുകളൊക്കെ പഠിക്കാൻ ഞാൻ ഈ വരുന്ന വഴിക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമോ അങ്ങനെ സംഭവങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താ പരിപാടി എന്നുള്ളത്. അതായത് ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്യുന്ന സ്ഥലമോ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമോ അങ്ങനെ ഒരു കുന്തം ഞാൻ കണ്ടില്ല ഗൈസ്. എല്ലാം അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. ഇവിടുത്തെ മെട്രോ ഒക്കെ ഫ്രീ ആണോ? എന്ത് കുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ ടിക്കറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തായാലും കയറി വന്നു. എനിക്ക് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടി വന്നില്ല. എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, അത് വേറെ കാര്യം. ആരെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കാനുള്ള ടിക്കറ്റ് ഉണ്ട്. പക്ഷെ എനിക്കത് വാലിഡേറ്റ് ചെയ്യാൻ എവിടെയും സ്ഥലം കണ്ടില്ല. എന്തായാലും നമുക്ക് എവിടെ ഇറങ്ങി പോകുന്നേ നോക്കാം. എവിടെ ഇറങ്ങി പോകുന്നതാണ്. ഏതോ ഒരു സ്ഥലത്തെത്തി ഗൈസ്. ഇവിടെ മുന്നിലൊരു പാലമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടമുണ്ട്. ഇതെന്ത് കെട്ടിടമാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും അടിപൊളി കെട്ടിടങ്ങളാ. എൻ്റെ പൊന്നോ, രാത്രി ഇതൊക്കെ കാണാൻ എന്ത് രസാ. ഓ മൈ ഗോഡ്, അടിപൊളി.
ഞാനിവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ്. പക്ഷേ നൈറ്റ് ലൈഫിൻ്റെ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് പോകാനായിട്ട് ഇനി വീണ്ടും ഒരു ബസ് എടുത്ത് പോകണം. അപ്പോൾ ഞാനിവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം, ഇവിടെ ഏതെങ്കിലും ഒരു ബസ് വരും. പക്ഷേ ഈ കെട്ടിടങ്ങളൊക്കെ 80 എന്നും പറഞ്ഞൊരു ബസ് വന്നു. എന്ത് തിരക്കായി ബസ്സിലൊക്കെ. രാത്രി ഇപ്പം എത്ര സമയം എന്നറിയോ, ഭയങ്കര തിരക്കാണല്ലോ. അങ്ങനെ ഞാൻ മെട്രോയിൽ കയറി വന്ന് ഒരു ബസ്സിൽ കയറി. നമ്മൾ ആ 72 hours മെട്രോ, ബസ്, പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാസ് എടുത്തുകൊണ്ട് ഏതിൽ വേണമെങ്കിലും കയറിപ്പോവാം. എല്ലാം ഫ്രീ ആണ് ഗൈസ്, എല്ലാം ഫ്രീ ആണ്. എത്ര ബസ് വേണമെങ്കിൽ കയറിപ്പോവാം. അത് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മത്. പണ്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ BMTSലെ പാസ് എടുക്കുമായിരുന്നു. വോൾവോ ബസ്സിൻ്റെ പാസ് എടുക്കുമായിരുന്നു. എന്നിട്ട് വോൾവോ ബസ്സിൻ്റെ പാസ് എടുത്തിട്ട് ചുമ്മാ വോൾവോ ബസ്സിൽ കയറിയിരിക്കും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകും മുതലാക്കാൻ വേണ്ടി, പാസ് മുതലാക്കാൻ വേണ്ടി. അന്നത്ര 250 രൂപ 150 രൂപ എന്തോ ആയിരുന്നു വോൾവോ ബസ്സിൻ്റെ പാസിന് ഒരു ദിവസത്തേക്ക്. ഇപ്പോൾ കൂടി കാണും. അത് ഭയങ്കര രസമായിരുന്നു. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, നിങ്ങൾ ഇവിടെ യൂറോപ്പിൽ പല സ്ഥലത്തും വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് ഇല്ലാതെ ഏതെങ്കിലും ബസ്സിലോ ട്രെയിനിലോ കയറിയാൽ പോലും നിങ്ങളെ അതായത് കണ്ടുപിടിക്കാനായിട്ട് ആരുമില്ല. ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ കണ്ടുപിടിക്കുള്ളൂ. പ്രത്യേകിച്ച് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ചെക്കിംഗ് ഒക്കെ വളരെ കുറവാണ്. ലൈക്ക് ഇവിടെ കയറുന്ന ആൾക്കാരൊന്നും ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ കാണിക്കുന്നതായിട്ടോ കാണുന്നതായിട്ടോ ടിക്കറ്റ് എടുക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. ബസ്സൊക്കെ ഇങ്ങനെ ചുമ്മാ ഓടുകയാണ്. ആളുകളൊക്കെ വെറുതെ കയറുന്നു, ഇങ്ങനെ ഇറങ്ങി പോകുന്നു. ആരെങ്കിലുമൊക്കെ ചെക്കിങ്ങിന് കയറിയാൽ മാത്രമേ പണി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ഇറ്റ്സ് ഫ്രീ, അങ്ങനെ കരുതണം. മനസ്സിലായില്ലേ? താങ്ക് യു. യെസ്, അങ്ങനെ ഞാൻ ഇവിടുത്തെ ഉറേനിയ എന്ന് പറഞ്ഞൊരു യുറേനിയോ അങ്ങനെ എന്താ പറഞ്ഞൊരു ബസ് സ്റ്റോപ്പിലേക്ക് വന്നിറങ്ങി. ഈ ഭാഗത്താണ് ഇവിടുത്തെ നൈറ്റ് ലൈഫും പരിപാടികളൊക്കെ ഉള്ളത് എന്നാണ് എൻ്റെ ഹോട്ടലിലെ ആൾക്കാർ പറഞ്ഞത്. ഇനി ഞാൻ തപ്പി നോക്കിയപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്താ പരിപാടി എന്നുള്ളത്. ഈ ഏരിയ ഒന്നും കണ്ടിട്ട് ഒരു നൈറ്റ് ലൈഫിൻ്റെ ഏരിയ ആയിട്ട് തോന്നുന്നില്ലല്ലോ. എന്താ സംഭവം, നമുക്ക് പോയി നോക്കാം. ബാ, ഇതെവിടെയാ, എന്താ, എങ്ങനെയാ, ഒന്നും കാണുന്നില്ലല്ലോ. ഓ മൈ ഗോഡ്. ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റുകളാണ്. ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് നൈറ്റ് ക്ലബ്ബുകളും ബാറുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഞാനിവിടെ വന്നിട്ട് ഞാനിതുവരെ അതൊന്നും കണ്ടില്ല. ഞാനതൊക്കെ നോക്കി നടക്കുകയാണ്. ഇവിടെ ബാറും സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ആളും പേരൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ എംപ്റ്റി ആണ്. ദിസ് ഇസ് ഓൾ എംപ്റ്റി. വാട്ട് ഈസ് ദിസ്? വൈ ഈസ് ദിസ് ലൈക്ക് ദിസ്? ഇതെന്താണ് അങ്ങനെ? നമുക്ക് നടന്നു നോക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിയാണ് വന്നത്. ആ നൈറ്റ് ലൈഫ് എനിക്ക് കിട്ടുന്നില്ല ഗൈസ്. ഇപ്പോൾ വേറെ ഏതോ ഒരു സ്ട്രീറ്റിലെത്തി. പക്ഷെ ഇതൊക്കെ സുവനീർ ഷോപ്പുകളൊക്കെയാണല്ലോ ഇവിടെ. ബാക്കിയുള്ള സംഭവമൊന്നും കാണുന്നില്ലല്ലോ. വൈ ഐ എം നോട്ട് സീയിങ്. ഇവിടെ പോലീസുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ടൂറിസ്റ്റ് പോലീസ് ഇഷ്ടം പോലെ ഉണ്ട്. ജാപ്പനീസ് ഒതന്റിക് റെസ്റ്റോറൻ്റ് എന്ന്. വൈബൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ചെറിയ രീതിയിൽ എനിക്കൊന്ന് വീക്കെൻഡ് ആയിരിക്കും ഇവിടൊക്കെ വൈബെന്നാണ് എനിക്ക് തോന്നുന്നത്. വീക്ക് ഡേയ്സിൽ കാര്യമായിട്ട് ഒന്നുമില്ല എന്ന് തോന്നുന്നു. ഡോണർ കബാബ്, ഇത് എവിടെ പോയാലും എനിക്ക് വേണ്ട. ഡോണർ കബാബ് എവിടെ പോയാലും ഡോണർ കബാബാണല്ലോ കാണുന്നത്. പണ്ട് ഒട്ടോമൻ ഭരിച്ചിരുന്ന സ്ഥലങ്ങളല്ലേ, അല്ലെങ്കിൽ ഒട്ടോമൻ വന്നിരുന്ന സ്ഥലങ്ങളല്ലേ, അതിൻ്റെ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ട് തുർക്കിക്കാർ. എനിക്ക് തോന്നുന്നു ആ ഒരു ഒട്ടോമാനോടുള്ള ആ ഒരു ശത്രുത കാരണമായിരിക്കും ഇവരിപ്പോഴും തുർക്കി എന്ന് പറഞ്ഞ രാജ്യത്തെ ഷെങ്കനിൽ ചേർക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി ആയിരിക്കില്ലേ? നിങ്ങൾക്ക് എന്താ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇവിടെ വലിയൊരു ക്യൂ കാണാം. ക്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂ കയറി നിൽക്കാമല്ലോ. എന്താ പരിപാടി നോക്കാമല്ലോ. ആ ക്യൂവിൻ്റെ പുറകിൽ ഞാനും വന്ന് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ധാരാളം ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ പരിപാടി എന്നറിയില്ല, നമുക്ക് പോയി നോക്കാം. ഇത് ക്ലബ്ബാണെന്ന് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ, ഇത് ക്ലബ്ബാണ്. ഞാനങ്ങനെ ഏതോ ഒരു ക്ലബിൽ വന്നെത്തിയിരിക്കുകയാണ്. റൂയിൻ ബാസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കുറെ അണ്ടർഗ്രൗണ്ട് ക്ലബ്ബുകളുണ്ട് ഇതേപോലത്തെ. ഇതാണ് ഇവിടുത്തെ ഫേമസ് സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലബിൽ ഏതോ ഒരു ക്ലബിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അടിപൊളിയല്ലേ? മൊത്തം കഞ്ചാവിൻ്റെ മണമാണ് ഗൈസ്, കഞ്ചാവിൻ്റെ മണം, വേറെ ഒന്നുമില്ല. അടിപൊളി. ഇവിടെ മൊത്തം ബാറാണ്. ഓ മൈ ഗോഡ്, അടിപൊളി കിടിലൻ ബാറുകൾ. ഇത് കംപ്ലീറ്റ് കിടിലൻ ബാറുകളാണ്. ചെറുതും വലുതുമായിട്ടുള്ള ബാറുകൾ ഇവിടെ കാണാം ഇഷ്ടം പോലെ. അതാണ് സംഭവം. ഇതൊരു അധോലോകമാണ് ഗൈസ്, അധോലോകം. കണ്ടില്ലേ? ഒരു ഗംഭീര അധോലോകം.
അത് ലോകത്തിൽ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ആളുകളിരുന്ന് ബിയറും മദ്യവും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുകയാണ്. അതാണ് സംഭവം ഇവിടെ കാണുന്നത്. മൊത്തം നല്ല അടിപൊളി വൈബ് കേട്ടോ. ഇതുകൊണ്ടല്ലേ എന്ത് രസം നോക്കി, ഓരോരോ സംഭവങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട്. ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. ഇതിനകത്ത് ഒരു ഒന്നല്ല കുറേ DJ ഉണ്ട്. ദിസ് ഈസ് ലിറ്ററലി അതിനകത്ത് ലോകം. എനിക്ക് അവിടുത്തെ വൈബ് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, അത് ഒരു ഡിഫറെൻറ്റ് വൈബാണ്. സോ ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി. ഇത് സത്യം പറഞ്ഞാൽ ഒരു റെഡ് ലൈറ്റ് ഏരിയ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് ലൈറ്റ് ഏരിയ ഒന്നും അല്ല. പക്ഷേ ഇത് കംപ്ലീറ്റ് ഈ ബാറുകളുടെയും പബ്ബുകളുടെയും ഒക്കെ ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്താ സംഭവം എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് സത്യം പറഞ്ഞാൽ അതിഷ്ടപ്പെടുന്നവർക്കൊക്കെ ഓക്കെ, അതിഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളിയാണ്. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്താ പരിപാടി എന്നറിയാൻ വേണ്ടി നോക്കാനായിട്ട്. ഞാൻ വിചാരിച്ച ഒരു നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചൊരു ക്രൗഡ് ഇവിടെ കണ്ടില്ല. മേ ബി തണുപ്പായോണ്ടായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. ഞാനങ്ങനെ കുറേ കറങ്ങി തിരിച്ചു വന്നു. ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു നൈറ്റ് വൈബ് എനിക്ക് കിട്ടിയില്ല. എന്താണെന്ന് എനിക്കറിയില്ല. മേ ബി ഡിഫറെൻറ്റ് സ്ഥലമായിരിക്കും, ഞാൻ പോയ സ്ഥലം റോങ് ആയിരിക്കാം, എന്തായാലും അറിയില്ല. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് ബുദാപെസ്റ്റിൻ്റെ ഒരു നഗര കാഴ്ചകളൊക്കെ കാണാം. കുറേ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു ബാത്ത് ഹൗസ് ഉണ്ട്. ഇവിടെ ബാത്ത് ഹൗസ് എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ബാത്ത് ഹൗസ് എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റ് ബാത്ത് ഹൗസ്, അതായത് ആളുകൾ കോമൺ ആയിട്ട് കുളിക്കുന്ന സ്ഥലം, അതൊക്കെ ഇവിടെയാണ്. സോ അങ്ങനെ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് സ്ലോവാക്യ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ഓസ്ട്രേലിയക്ക് പോകും. അതാണ് നമ്മുടെ പ്ലാൻ. സോ എന്താ പറയുക, സ്റ്റേ ട്യൂൺ ഗൈസ്, സീ ടുമോറോ വിത്ത് അനദർ വീഡിയോ. അതിലേക്കും ബൈ.